അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖന്നല്ലേ? അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പി മട്ടൻ മന്തിൻ്റെ ആണ്. മട്ടൻ മന്തി വീട്ടിൽ തന്നെ, അതും ബാസ്മതി റൈസ് അല്ലാണ്ട് വീട്ടിലുള്ള റേഷനരി ഇല്ലെങ്കിൽ നോർമൽ പച്ചരിയിൽ കുക്കറിൽ വെച്ചിട്ട് എങ്ങനെ ടേസ്റ്റിയായ മട്ടൻ മന്തി ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ റെസിപ്പി സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് ഡയറക്റ്റ് ആയിട്ട് റെസിപ്പിയിലേക്ക് പോയാലോ. ഫസ്റ്റ് ഒരു കുക്കർ സ്റ്റവിൽ വെച്ചിട്ട് ചൂടായ ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചൂടായ പിന്നെ ഒരു 2 മീഡിയം സൈസുള്ള ഓനിയൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ആഡ് ആക്കി കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു പച്ചമുളക് പിന്നെ ഒരു ഡ്രൈഡ് ബ്ലാക്ക് ലെമൺ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ആക്കിയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മട്ടൺ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ വാഷ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇതിൽ തന്നെ ഒരു 5 മിനിറ്റ് വരെ റോസ്റ്റ് ആക്കിയിട്ടെടുക്കാം. ഇതേ സമയത്ത് കുറച്ച് ആവശ്യത്തിനുള്ളത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് റോസ്റ്റ് ആക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് മന്തി പൗഡർ ഒന്ന് ഇട്ടുകൊടുക്കാം. ഇത് ഹോം മെയ്ഡ് മന്തി പൗഡറാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ എൻ്റെ റീസെൻ്റായ ചിക്കൻ മന്തി റെസിപ്പി വീഡിയോയിലുണ്ട്. മന്തി പൗഡർ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന്, അതിൽ ഫുൾ ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് റെസിപ്പിയും ഉണ്ട്. പ്ലീസ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. ഈ മന്തി പൗഡറിന് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നല്ല പോലെ മിക്സ് ചെയ്യാം. നെക്സ്റ്റ് ആവശ്യത്തിനുള്ളത് ഒരു 2-3 കപ്പ് വെള്ളമൊന്നും ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ മൂടി കവറാക്കി കൊടുത്തിട്ട് ഒരു 8 വിസിലൊന്ന് കൊടുത്തിട്ട് നല്ല പോലെ വേവിക്കാം. നല്ല പോലെ ഈ മട്ടൺ ഒന്ന് വെന്തി വരുന്നവരെ വേവിക്കാം. നെക്സ്റ്റ് ഇതൊന്ന് ചൂടാറിയ പിന്നെ ലിഡ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. വെന്തില്ലെങ്കിൽ നല്ല പോലെ വേവിക്കാൻ വെക്കണം കേട്ടോ. ഇതാ ഈ വെള്ളത്തിലാണ് ഇതിൻ്റെ റൈസ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഇതൊന്ന് വെള്ളമില്ലാണ്ട് മട്ടൺ മാത്രം സൈഡിലേക്ക് എടുക്കാം. ഇതൊന്ന് സൈഡിലേക്ക് വെച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതാ വേവിച്ച് വെച്ച മട്ടനൊന്ന് ഡയറക്റ്റ് ആയിട്ട് ഇട്ടെടുത്തിട്ട് നല്ല പോലെ റോസ്റ്റ് ആക്കിയിട്ടെടുക്കാം. മട്ടൺ ഇതുപോലെ റോസ്റ്റ് ആക്കിയിട്ടെടുക്കാം. നെക്സ്റ്റ് വേറെ വെളുപ്പമുള്ള പാത്രത്തിൽ, പിന്നെ വേറെ പാത്രത്തിൽ അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഈ കുക്കറിൽ തന്നെ റൈസ് ഉണ്ടാക്കിയിട്ടെടുക്കാം. വെള്ളത്തിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 വിസിൽ കൊടുത്തിട്ട് കുക്കറിൽ തന്നെ ഉണ്ടാക്കാം. കുക്കറിൽ ഉണ്ടാക്കിയെങ്കിൽ പെട്ടെന്നായിട്ട് കിട്ടും. എൻ്റെ അടുത്ത് സമയം ഉണ്ടായ കൊണ്ടാണ് ഞാൻ വേറെ പാത്രത്തിൽ ഉണ്ടാക്കിയത്. ഇതിൻ്റെ മൂടി കവറാക്കിയിട്ട് വെള്ളം ഫസ്റ്റ് ബോയിൽ ആക്കിയിട്ടെടുക്കാം. ഇനി ഇതാ കഴുകി വെച്ച് റേഷൻ അരി ഒന്ന് എടുക്കാം. ഇതൊന്നും ഇട്ട് കൊടുക്കാം. പിന്നില്ലേ ഈ അരിയും ഒരു 20 മിനിറ്റ് വരെ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചെങ്കിൽ നല്ലത്. അങ്ങനെ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചെങ്കിൽ റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളത്തിൻ്റെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അളവൊന്നു കുറച്ച് കുറവാക്കിയിട്ടെടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് മാത്രം വെള്ളം മാത്രം എടുക്കാം. അങ്ങനെ നോക്കിയിട്ട് ഇട്ടെടുക്കാം. നോർമൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കുറവാക്കിയിട്ട് ഇട്ടുകൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മാത്രം ഇട്ടുകൊടുക്കാം. അങ്ങനെ നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം. പിന്നെ നോർമൽ ചോറുണ്ടാക്കുന്ന പച്ചരിയിലും ഉണ്ടാക്കാം. ഇതേപോലെ ഏതരിയിലും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതേപോലെ മെയിനായിട്ട് ഏതരിയും ജീരകശാല അരി അല്ലാണ്ട് വേറെ ഏതരിയും വെള്ളത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ആയെങ്കിലും വെച്ചെങ്കിൽ നല്ല റൈസായിട്ട് കിട്ടും.
ഇതൊന്നും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇതേ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് മട്ടൺ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഹാഫ് ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. നെക്സ്റ്റ് ഒരു 10 മിനിറ്റ് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ വെള്ളം ഒന്ന് വറ്റുന്നവരെ കുക്ക് ചെയ്യണം. നെക്സ്റ്റ് ഇതിൻ്റെ നടുവിൽ ഇതുപോലെ ചാർക്കോൾ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഇതിൻ്റെ സൈഡ് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ റൗണ്ടായിട്ട് സ്ലൈസ് ആക്കി കട്ടാക്കിയ ടൊമാറ്റോ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ റോസ്റ്റ് ആക്കിയ മട്ടൺ ഒന്ന് ഇതുപോലെ റൗണ്ടായിട്ട് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ചാർക്കോൾ ഒന്ന് കത്തിച്ചിട്ട് നടുവിൽ വെച്ചുകൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഇല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സ്മോക്കി ഫ്ലേവർ വരുമ്പോൾ പെട്ടെന്ന് ലിഡ് കവറാക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വരെ ദമ്മിന് വെക്കണം. ഇതൊന്നും ആയിട്ടുണ്ട്. ചാർക്കോൾ ഒന്ന് പുറത്തേക്ക് എടുക്കാം. പിന്നെ മട്ടനും എടുത്തിട്ട് സൈഡിൽ വെക്കാം. ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയായ മട്ടൻ മന്തി വീട്ടിൽ തന്നെ, അതും റേഷൻ അരി വെച്ചിട്ട് അത്രയ്ക്കും ടേസ്റ്റിയായ മട്ടൻ മന്തി റെഡിയായി. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ കമൻറ്റിൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ബാസ്മതി റൈസ് ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റിലുണ്ടാക്കാം. പിന്നെ പുറത്ത് ഷോപ്പിൽ നിന്ന് മന്തി പൗഡർ വാങ്ങാണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ജസ്റ്റ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മന്തി പൗഡർ ഉണ്ടാക്കിയ ആ ഒരു റെസിപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ അതിൽ ഫുള്ള് ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയും ഉണ്ട്. അതൊന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കണം. അതും ഉണ്ടാക്കിയിട്ട് അഭിപ്രായമൊന്നും പറയാം. ഐ ഹോപ്പ് ഈ വീഡിയോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.